ഹായ് എവരി വൺ, എന്തുണ്ട്? എല്ലാവരും സുഖമാണോ? ഇവിടെ ബാംഗ്ലൂരിൽ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം നല്ല വെതറാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പം ബാംഗ്ലൂരിലൊക്കെ, നാട്ടിലുള്ളവർക്ക് ബാംഗ്ലൂർക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. നല്ല വെതർ. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഗി ആയിരുന്നു. ഫോഗി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂടൽ മഞ്ഞ് കൊണ്ടിട്ട് ഞാനൊരു 7:30 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവേ. ഞാനൊരു സ്കൂളിലെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 7:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. 7:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തായെന്ന് അറിയാമോ? ഭയങ്കരമായിട്ടുള്ള തണുപ്പും മഞ്ഞും, അതിൽ റോഡേ കാണാൻ പറ്റിയില്ല. ഈ സാധനം കണ്ടോ? ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഭയങ്കര വില കുറഞ്ഞ സാധനമാണ്, പക്ഷെ നല്ല വർത്ത്ഫുള്ളാണ്. നമുക്ക് ഈ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അത് സീൽ ചെയ്ത് ഒരു കുപ്പി, ഇപ്പോൾ നമുക്കത് ഇട്ട് വെക്കാൻ ഒരു ബോട്ടിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ സീൽ ചെയ്താൽ മതി. ആർക്ക് വെള്ളം ചെയ്യാം. ആദവന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കും കേട്ടോ. അവൻ ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ ഈസി. അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ചാൽ മതി. ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് റീചാർജബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് സീൽ ചെയ്ത് വെക്കാം. എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി കേട്ടോ. എന്നു വെച്ചാൽ ഭയങ്കര അത്ര വിലയുള്ള സാധനമല്ല, എന്നാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് റീചാർജ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറഞ്ഞു വന്നേ, നമ്മൾ വെതറിൻ്റെ കാര്യം. നല്ല വെതർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെതറാണ് ഈ ഡിസംബർ മാസം. അല്ലേ തന്നെ എനിക്ക് ഡിസംബർ മാസം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ഈ ഡിസംബർ മാസം? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഡിസംബറാണ് ഏറ്റവും ഭംഗിയുള്ള നല്ല രസമുള്ള മാസം. അതായത് ചൂടില്ല, നല്ല തണുപ്പ്, നല്ല ഒരു വെതറാണ്. മഴയില്ല, നമുക്കധികം ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പിന്നെ കോൾഡൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഷ്ടമായിരിക്കും കേട്ടോ. അപ്പം നമുക്കിവിടെ ആക്ച്വലി ഈ നവംബർ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു കോൾഡൊക്കെ വരുവേ. അപ്പം വെച്ചാൽ വെതർ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പം. പക്ഷേ എനിക്ക് ഡിസംബർ ഭയങ്കര ഇഷ്ടമാണ്. അത് വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കാണും. പിന്നെ നമുക്ക് അങ്ങോട്ട് വെതർ തീരുന്നിടം വരെയും നമുക്ക് ഒരു കോൾഡും ഒന്നും വരില്ല. ഈവൻ ഐസ്ക്രീം കഴിച്ചാൽ പോലും ഒരു പ്രശ്നം വരില്ല. അങ്ങനെ നല്ലൊരു വെതറും, പിന്നെ കുറച്ച് കേക്കുകളും, നമുക്ക് ഈ പ്ലം കേക്ക്, പലതരം ക്രിസ്മസ് കേക്കുകൾ കിട്ടുന്ന സമയമല്ലേ ഇത്. അപ്പം ഭയങ്കര രസമുള്ള ഒരു സമയമാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത്. അങ്ങനെ കേക്കുകൾ, പലതരം വെറൈറ്റി കേക്കുകളൊക്കെ ഉള്ളൊരു കിട്ടുന്ന മാസമാണ്. നമ്മുടെ സ്കൂളിലെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സെല്ലാം നമുക്ക് കേക്ക് വരുവേ. അപ്പം ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. അപ്പോൾ ഓണം ആകുമ്പം നമ്മളെല്ലാവരും ഓണത്തിന് മലയാളീസ് എല്ലാം നമ്മൾ പായസമൊക്കെ വെച്ചിട്ട് കൊടുക്കും. പിന്നെ ക്രിസ്മസ് ആയി കഴിയുമ്പോൾ ഈവൻ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫെസ്റ്റിവൽ ആകുന്ന സമയത്ത് അവരിങ്ങനെ സ്വീറ്റ്സ് ഒക്കെ തരും. ദസറ ആകുമ്പോൾ നമ്മുടെ അവിടെ കുറേ ബംഗാളി ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് അവിടെ നിന്നുള്ള സ്വീറ്റ്സും അതൊക്കെ തരും. പിന്നെ നമ്മൾ ഓണം ആകുമ്പോൾ പായസം കൊടുക്കും. ഈവൻ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് കേക്കുകൾ തരും കേട്ടോ. ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും ഓരോരുത്തർ ഏത് കേക്കായിരിക്കും തരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓൾറെഡി 2 ടീച്ചേഴ്സ് കേക്ക് തന്നു കഴിഞ്ഞു. അത് കാരണം ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു മാസമാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വെതർ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ഭയങ്കര നല്ല അധികം തണുപ്പല്ല, എന്നാൽ നമുക്കിങ്ങനെ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എ സിക്ക് അതോട്ട് കയറിയൊരു ഫീലാണ്. നല്ല ഈ കൂട്ടി എ സി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് കാണാനേ പറ്റില്ല, അത്രയ്ക്ക് ഫോഗായിരുന്നു. മഞ്ഞിങ്ങനെ മൂടി നിൽക്കുമായിരുന്നു. പക്ഷെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ വെയിലായി. എന്നാലും വെയിലുണ്ടെങ്കിലും നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചു വൈകുന്നേരം ആയപ്പം എന്തെങ്കിലും നല്ല ചൂടായിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ തോന്നിയപ്പം കുറച്ച് ഹെൽത്തിയായും ഇരിക്കണമെന്നും തോന്നി. അപ്പോഴാണ് ഞാൻ നുറുക്ക് ഗോതമ്പ് ഇരിക്കുന്നത് കണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നുറുക്ക് ഗോതമ്പിൻ്റെ. ചെറുതിലേ തൊട്ട് നമ്മൾ കഴിക്കുന്നതല്ലേ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. ആക്ച്വലി അതൊരു ഭയങ്കര ഈസി പണിയാണ്. ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ്സിൽ ഉണ്ടാക്കാവുന്ന പണിയേ ഉള്ളൂ. അത്രയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പുമാവാണിത്. പക്ഷേ എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇഷ്ടമില്ല. എനിക്ക് കുറച്ചിങ്ങനെ ഇവിടുത്തെ ഒരു സ്റ്റൈലുണ്ടല്ലോ. ഇവിടെ ഞാൻ വന്നപ്പം ഒരു പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനിലുണ്ടായിരുന്നതാണ് ചൗചൗ ബാത്ത്. ചൗചൗ ബാത്ത് നിങ്ങൾക്ക് അറിയാവോ എന്താണെന്ന്? ചൗചൗ ബാത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പുമാവും കാണും, കേസരി ബാത്തും കാണും. അതായത് മധുരമുള്ളതും കാണും, എരിവുള്ളതും കാണും. അപ്പോൾ എനിക്ക് അതിനകത്ത് ആ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാൻ കഴിച്ചിട്ടുള്ള, നമ്മളെ നാട്ടിൽ കഴിച്ചിട്ടുള്ള എന്താ, ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ 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 സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഉപ്പുമാവല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഉപ്പുമാവ്. അപ്പോൾ നിറയെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട്, കാഷ്നട്ട്സ് ഒക്കെ ഇട്ട് അങ്ങനെ ഞാനും ഉണ്ടാക്കി കേട്ടോ. ഈ റവ ഉപ്പുമാവ് ഈ നല്ല തണുപ്പത്ത് നല്ല ചൂട് റവ ഉപ്പുമാവ്, ഇതിൻ്റെ പുറത്ത് കുറച്ച് ഗീയും കൂടെ ഒഴിച്ച് ഇനിയും ടേസ്റ്റ് കേട്ടോ. ഞാൻ ഓൾറെഡി ഗീ ഒഴിച്ചാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ റെസിപ്പിയൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് ടേസ്റ്റാണെന്നറിയോ. ഇതിങ്ങനെ ഇത്രയും കഴിച്ചാൽ മതി. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുമായിരിക്കുമല്ലോ. എന്തെങ്കിലും വെറൈറ്റി ഇതിൻ്റെ
വെറൈറ്റി വേർഷൻ ഓഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ഷെയർ ചെയ്യണേ ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം നമുക്ക് നാളെ കാണാം അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നും അതിൻ്റെ എന്തെങ്കിലും ചേർത്താൽ ഞാൻ ഇതിൽ ലെമൺ ജ്യൂസ് ചേർക്കുക കേട്ടോ. ഇവിടുത്തെ ഒരു സ്റ്റൈലാണ്, നമ്മൾ നാട്ടിലങ്ങനെ ചെയ്യില്ല. ഇതിനെ വിട്ട് കിടക്കത്തില്ല, തേങ്ങയും ചേർക്കാറില്ല കേട്ടോ. നിറയെ വെജിറ്റബിൾസ് ഇടും, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം. താങ്ക് യു.